ചേട്ടാ ഇതാണ് സ്വഭാവം. പണ്ട് ഇവരൊക്കെ എനിക്ക് വന്ന കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര തള്ളു തള്ളിയാന്ന് തോന്നുന്നു. എന്നാലും പറയാനുള്ള സന്തോഷം മാത്രം. ഇന്നലെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ കട്ടലും മുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 25 വർഷം ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. ഇത്ര നല്ലൊരു ജീവിതം നല്ല ദൈവത്തിന് നന്ദി, നല്ല കുടുംബം, നല്ല മാതാപിതാക്കള്, നല്ല സഹോദരങ്ങള്, എല്ലാവരോടും നന്ദി മാത്രം. പിന്നെ ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ദൈവം തന്ന സമ്മാനങ്ങളായി കരുതുന്നു. ഞങ്ങളുടെ 4 മക്കള്. जब कोई बात बिगड़ जाए, जब कोई मुश्किल पड़ जाए, तुम देना साथ मेरा, तू हमनवा। जब कोई बात बिगड़ जाए, जब कोई मुश्किल पड़ जाए, तुम देना साथ मेरा, ओ हमनवा। ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ് ഞങ്ങളുടെ അച്ഛയമ്മ. ഓക്കെ, എനിക്ക് ഒന്നും പറയുന്നില്ല. സോ ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ ഉണ്ട്. നമുക്ക് ഇവരുടെ കല്യാണ സീഡി ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അടിപൊളി കല്യാണ സീഡി ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വാട്ട് എവർ ഐ ഫൗണ്ട്, ഞാനൊരു ചെറിയൊരു ഇവരുടെ 25 years October 1995 മദ്രാസ്. ഫിൽറ്റർ കോഫിയുടെയും നെയിൽ മുരിഞ്ഞ ദോശയുടെയും മല്ലിപ്പൂവിൻ്റെയും മദ്രാസ്. ആ മദ്രാസിൽ നഴ്സിംഗ് ഡ്രീംസുമായി പാറിപ്പറന്ന് നടക്കുന്ന ഒരു തൊടുപുഴക്കാരി. അതേ മദ്രാസിൻ്റെ വേറൊരു കോണിൽ എ യങ് മാൻ ഇൻ യൂണിഫോം സെർവിങ് ദ ഇന്ത്യൻ എയർഫോഴ്സ്. തൻ്റെ രാജ്യത്തിനു വേണ്ടി സ്വപ്നം കാണുന്ന, നാട് കാക്കുന്ന ഒരു എയർമാൻ. ഇരുപുഴകളായി ഒഴുകി അകലേണ്ടവർ. പക്ഷേ കാലം കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. വെറുമൊരു കോയിൻസിഡൻസ് ആയിരുന്നില്ല അവരുടെ ആ കണ്ടുമുട്ടൽ. അതൊരു തുടക്കമായിരുന്നു. നീ എൻ ഭൂമി, ഞാൻ നിൻ വാനം, അവരോ താരകങ്ങൾ എന്ന മനോഹരമായൊരു കവിതയുടെ പിറവി. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും. ചെറുതൂവൽ ചിരി പകരും, തലോടും താനേ കഥ തുടരും. മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകയോ
ആ മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ മഴനിലാത്തിങ്കളുയിരുപോൽ ചേർന്നുവോ ആകാമേ നീ എനിക്ക് ഭൂമി ഉനക്ക് ഞാൻ വാനം താരകം പോൽ പൊന്മണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകൾ മിഴിയോരം അച്ഛനും അമ്മേനെ പറ്റി പറയാനാണെങ്കിൽ എന്താ അതൊരു ഇതിലൊന്നും നിൽക്കില്ല. പക്ഷെ സ്റ്റിൽ എന്റെ ലവ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഹൈ ആയിട്ട് സെറ്റ് ചെയ്യാൻ എനിക്ക് എന്റെ ബെസ്റ്റ് എന്താ എക്സാമ്പിൾ ആയിരുന്നു അച്ഛനും അമ്മയും. ആൻഡ് ഈ ദ ഹോൾ 25 years was never an easy thing എന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ ഹവ് സീൻ യു ഗൈസ് ഗ്രോയിങ് ബിൽഡിങ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. ആൻഡ് എന്താ ഇവിടെ ഈ ഒരു പോയിന്റ് വരെ നിൽക്കുന്നതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എവറിത്തിങ്. അപ്പം സീയിങ് യു ഗ്രോ സച്ച് എ ബ്ലെസ്സിങ്. ഞങ്ങളെ 4 പേരെ സംബന്ധിച്ചിടത്തോളം അച്ഛ ആൻഡ് അമ്മ ആർ ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് ഞങ്ങൾക്ക് ഈ ലൈഫിൽ കിട്ടിയത്. അത് മേ സൗണ്ട് ക്ലീഷേ, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് നോട്ട്. ഞാനിതിന്റെ ഡീപ്പസ്റ്റ് ഹാർട്ട് ഡീപ്പസ്റ്റ് കോറിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ലൈക് ദേ ആർ ദി ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്സ് ഓഫ് അവർ ലൈഫ്. ആൻഡ് ഐ വിഷ് ഇതുപോലെ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ സന്തോഷിച്ച് ഇനിയും ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ പോവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് വി ലവ് യു അച്ഛ ആൻഡ് അമ്മ. താങ്ക് യു. ആന്റണി അങ്കിളിനെ കുറിച്ചുള്ള ഒരു കോർ മെമ്പർ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ എന്താ പറയുക എന്നുള്ളത്. അപ്പൊ ഐ ഫെൽറ്റ് ഓക്കെ ഐ ഹാവ് ടു ഷെയർ എൻ്റെ അക്കാഡമിക് ജേർണിയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഓരോ അച്ചീവ്മെന്റിലും കൂടെ സപ്പോർട്ടായിട്ട് ഹാപ്പി ആയിട്ട് ചിലപ്പോൾ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഹാപ്പി അവരുടെ ഇത് എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ വിചാരിക്കും ഓ ഇത് ഇത്ര എക്സൈറ്റഡ് ആവാനുള്ളതുണ്ടോന്ന്. ഓരോ തവണ ഞാനിങ്ങനെ എൻ്റെ ഗ്രോത്ത് വിളിച്ച് പറയുമ്പോൾ ഓക്കെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അതിലേക്ക് മൂവ് ചെയ്യാണ്, ഞാൻ അതാണ് ഡ്രീം ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഓക്കെ ഡു ഇറ്റ് അത്ര എക്സൈറ്റഡ് ആയിരുന്നു സംസാരിക്കും. ഞാൻ വിചാരിക്കും ഓക്കെ അപ്പൊ അതിന് മാത്രം ഉള്ളതുണ്ട്. അപ്പൊ ഐ തിങ്ക് ഫോർ എവറിഥിങ് ഞാൻ എന്ത് പറഞ്ഞാലും ഫുൾ സപ്പോർട്ടായിട്ട് കെയർ ചെയ്തൊക്കെ സംസാരിക്കുന്ന 2 പേരാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്, ഇൻസ്പയറിംഗ് ആണ്, ഒത്തിരി നല്ല ക്വാളിറ്റീസ് ഉള്ളവരാണ്. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നില്ല. എനിവേ താങ്ക് യു സോ മച്ച് ആൻഡി ആൻഡ് അങ്കിൾ ഫോർ ബീങ് സോ കൈൻഡ് ആൻഡ് ഫോർ ബീങ് ദ ബെസ്റ്റ് ഓഫ് ഓൾ. യാ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹായ്, എൻ്റെ ഫ്രണ്ടാണ് ദിയയുടെ മമ്മി ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ലിജാൻഡിയെ പരിചയപ്പെടുന്നത്. പക്ഷെ ദിയയുടെ മമ്മി എന്നതിലുപരി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് ഇപ്പൊ ലിജാൻഡിയെ തോന്നുന്നത്. ലിജാൻഡി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരാൻ സർപ്രൈസുകളാണ്. ലിജാൻഡി ഈ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിൽ എൻ്റെ ഒരു കോർ മെമ്മറിയാണ് ദിയയുടെ ലാസ്റ്റ് ബർത്ത്ഡേക്ക്, ദിയയുടെ 22nd ബർത്ത്ഡേക്കാണെന്ന് തോന്നുന്നു. ദിയയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ അമ്മച്ചിയും എല്ലാവരും കൂടെ കൂടിയിട്ട് അടിമാലിയിൽ നിന്ന് പോണ്ടി വരെ ഒരു സർപ്രൈസ് കേക്ക് ഒക്കെ ആയിട്ട് നമ്മളൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഫുൾ ഫണ്ണായിട്ട് പോണ്ടിക്ക് വന്നത്. അതൊരു സംഭവം തന്നെയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരമ്മ അത്രയും എഫേർട്ട് എടുത്ത് വരുന്നത് കാണുന്നത്. സോ ആൻറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് ഈ ചിൽ വൈബുകളാണ്. ആൻറ്റി ഒരു വലിയ എക്സ്ട്രോവേർട്ട് ആണെന്ന് ദിയ പറഞ്ഞിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ആൻറ്റി എപ്പോഴും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഓടി നടന്ന് ചിരിച്ച് കളിച്ച് ബഹളം വെച്ച് ഇങ്ങനെ എല്ലാവരെയും ട്രോളി അങ്ങനെ നടക്കുന്ന ഒരാളാണ് ആൻറ്റി. ആൻറ്റിയാണ് ഈ വീടിൻ്റെയും ഒരു വൈബ് മേക്കർ.
ചിറ്റപ്പയുടെ ആൻറ്റിയുടെ കോർ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും എല്ലാ സംഭവം കോർഡിനേറ്റ് ചെയ്യണത് അവർ രണ്ടുപേരോടെയാണ് അല്ലേ. എന്തൊരു പരിപാടി വന്നു കഴിഞ്ഞാലും മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് പരിപാടികളെല്ലാം സെറ്റപ്പ് ആക്കണ അവരാ. പിന്നെ അവർ ഫുള്ള് കളർഫുള്ളാണ്. എല്ലാ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഫാമിലിയിൽ മൊത്തത്തിൽ ഒരുമിച്ചാൽ തന്നെ അവർ സൂപ്പറാണ്. അതാണ് എനിക്കൊരു കോർ മെമ്മറി ആയിട്ടുള്ളത്. മാത്രമേ ഉള്ളൂ. ഇനി കുഞ്ഞൂറ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന് മൊത്തത്തിൽ പൊളിയാണ്. അവര് എന്താ പറയാ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കാര്യം ഓടി എത്തും. എന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര സപ്പോർട്ടാണ്. ആൻറ്റിയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ ആൻറ്റിയൊക്കെ എപ്പോഴും നല്ല കാര്യം പോസിറ്റീവായിട്ടാണ് ഇപ്പം പറയാറുള്ളത്. ഇങ്ങനെയൊക്കെ കുറെ ഉപായമൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഓളമായിട്ട് നിൽക്കണ അവർ രണ്ടുപേരുമാണ്. വേറെ ആള് എനിക്ക് കൊച്ചേട്ടനെയും ലിജനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന കാര്യം 2018 പ്രളയത്തിന്റെ സമയത്ത് വഴിയെല്ലാം ബ്ലോക്കായി, തോടെല്ലാം നിറഞ്ഞ് വെള്ളം കയറി, വണ്ടിയൊന്നും പാസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അപ്പൊ കറണ്ടൊന്നുമില്ല, കറണ്ടെല്ലാം പോയി, ഫോണെല്ലാം സ്വിച്ച് ഓഫായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ കൊച്ചേട്ടനും ലിജയും കൂടെ ഞങ്ങളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നൊരു രംഗമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത്. ആ സമയത്ത് എനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞങ്ങളെ ആ പ്രളയത്തിന്റെ സമയത്ത് ആരും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു നിമിഷമാണ് എനിക്ക് ഓർമ്മ തന്നെ. ഞങ്ങളെന്ന് മാത്രമല്ല, ഒത്തിരി പേരെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ജോയ്സിനും കൊച്ചേട്ടനും ലിജയും. അങ്ങനെ ഓർത്തെടുക്കാനാണെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത്.